എന്തു പറ്റിയെന്ന് അറിയാൻ പാടില്ല. അവനങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവനല്ലല്ലോ. അത് സതീഷിനും അറിയാവുന്നല്ലേ. ചെറുപ്പത്തിലെ നിങ്ങൾ ഒന്നിച്ചായിരുന്നല്ലോ കൂട്ട്. രണ്ടുപേരും കൂടി കുട്ടിയും കോലും കളിക്കാൻ വള്ളി നിക്കർ വിട്ട് നിൽക്കുന്ന രൂപ എന്റെ ഓർമ്മയിൽ ഇപ്പോഴും വരുന്നത്. അതൊക്കെ ഒരു കാലം സത്യമേ. വിഷ്ണുവിന് അമ്മയെന്ന് വെച്ചാൽ ജീവനായിരുന്നു. പേടിയും അമ്മയും മാത്രമായിരുന്നു. എന്ത് കുരുത്തക്കേട് കാണിക്കുമ്പോഴും അമ്മ അറിയരുതെന്ന് പറയും. എന്നാൽ കുരുത്തക്കേട് കാണിക്കാതിരിക്കോ? അതൊട്ടില്ലതാനും. അങ്ങനെ അമ്മ അറിയാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വിഷ്ണുവിന്റെ ജീവിതത്തിലുണ്ടായി കാണും. അതായിരിക്കും ഈ മാറി നിൽക്കുന്നതിന്റെ കാരണം. വിഷ്ണു വരും. നിങ്ങളെയൊക്കെ വിട്ട് വിഷ്ണുവിന് മറ്റൊരു ലോകമില്ല. വിഷ്ണുവിനെ പോലെ തന്നെയാ എനിക്ക് നീയും. നിന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കണമെന്ന് പറഞ്ഞതും വിഷ്ണു തന്നെയായിരുന്നു. എന്റെ മകൻ ഡോക്ടറാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവൻ അതിന് കഴിഞ്ഞില്ല. അവൻ അതിന് ചൂണ്ടിക്കാണിച്ചത് നിന്നെ തന്നെയാണ്. അമ്മയും അച്ഛനും വയസ്സാവുമ്പോ ചികിത്സിക്കാൻ ഒരു ഡോക്ടറെ കിട്ടിയാ പോരെ. അതിന് ഈ സതീഷ് ബെസ്റ്റ് ആണെന്ന് അവൻ പറഞ്ഞു. അവൻ പറഞ്ഞതിപ്പോ ഫലിച്ചിരിക്കുക. അച്ഛനെയും അമ്മയും മാത്രമല്ല, ഞാൻ അവനെയും ചികിത്സിച്ചു എന്ന് ഈ അമ്മയോട് ഞാൻ എങ്ങനെ പറയും? നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നു? രാഘവേട്ടന്റെ കാര്യമാണോ? സതീഷ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മറ്റെന്തെങ്കിലും സ്കാനിങ്ങോ മറ്റോ നടത്തേണ്ടി വരുമോ? ഞാൻ പറഞ്ഞില്ലേ, അളവിൽ കൂടുതൽ മദ്യം അകത്ത് ചെന്നിട്ടുണ്ട്. മദ്യപിക്കാത്ത ആളായിരുന്നില്ലേ രാഘവ സാർ? അപ്പൊ പിന്നെ ഇതാരോ മനഃപൂർവ്വം കുടിപ്പിച്ചതാ. ബോധം കെടുത്തണമെന്ന് വിചാരിച്ചുകൊണ്ടുള്ള കുടിപ്പിക്കല്. ഇനി പുറത്തുവിടുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എങ്കിൽ ഞാൻ ഇറങ്ങാൻ സത്യമേ. എനിക്ക് വേറെ അപ്പോയിന്റ്മെന്റ് കൂടിയുണ്ട്. ശരി മോനെ.